റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു. അങ്ങാടികളിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തണം. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. എടക്കര കലാസാഗർ മുതൽ പാലം വരെയും ചുങ്കത്ര മാർത്തോമ പള്ളിപ്പടി മുതൽ പഞ്ചായത്ത് വരെയും റോഡിന്റെ ഇരു സൈഡിലും സ്വകാര്യ വാഹനങ്ങളും മറ്റും അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനാൽ റോഡിൽ സ്ഥിരമായി ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കാൻ നടപടി വേണമെന്നും തിരക്ക് പിടിച്ച അങ്ങാടികളിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ടൗണുകളിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടി വേണം. ടൗണുകളിൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അവർക്ക് പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തി നൽകണം. ഈ കാര്യങ്ങൾ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എടക്കര കലാസാഗർ മുതൽ പാലം വരെയും റോഡിൻ്റെ രണ്ട് സൈഡിലുമായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് കാരണം ഈ റോഡിലൂടെ പോകുന്ന ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ, അത്യാവശ്യ വാഹനങ്ങൾ, ആംബുലൻസ് അടക്കമുള്ള രോഗികളുമായി വരുന്ന വാഹനങ്ങളൊക്കെ കുരുക്കിൽപ്പെട്ട് നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. അന്തർസംസ്ഥാന പാതയായതുകൊണ്ട് തന്നെ ഇടതടവില്ലാതെ പോകുന്ന ഈ വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ അടിയന്തരമായി ഈ ഭാഗത്ത് സ്വകാര്യ വാഹനങ്ങൾ മാറ്റി പ്രത്യേകം അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് മാറ്റുന്നതിന് നടപടി വേണം. അതുപോലെ തന്നെ ചുങ്കത്ര ഭാഗത്ത് ഇത് തന്നെയാണ് സ്ഥിതി. ചുങ്കത്ര മാർത്തോമ പള്ളി മുതൽ പഞ്ചായത്ത് വരെയും റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ പ്രയാസമാണ് ബസ്സുകൾക്ക്. ഇപ്പോൾ എടക്കരയും ചുങ്കത്രയും സമയത്ത് നഷ്ടപ്പെട്ട ബസ്സുകൾ പലപ്പോഴും ട്രിപ്പ് പൂർത്തിയാക്കാതെ ട്രിപ്പ് ഒഴിവാക്കേണ്ട സ്ഥിതിയാണുള്ളത്. സ്വകാര്യ കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും കടകളിലേക്കും മറ്റും ആവശ്യങ്ങൾക്ക് വരുന്നവർ റോഡിന്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ ഏറെ സമയം നിർത്തിയിടുന്നത്, ടൗണിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ റോഡിലേക്ക് തള്ളി പാർക്ക് ചെയ്യുന്നതും 5-10 മിനിറ്റിന് സമയക്ലിപ്തത പാലിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് സമയത്തിന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാതെ പല ദിവസങ്ങളിലും ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. രോഗികളുമായി വരുന്ന ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങൾ വരെ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. റോഡിലെ ഗതാഗത കുരുക്ക് കഴിഞ്ഞു പോകുന്ന ബസ്സുകൾ യാത്രക്കാരുമായി അമിത വേഗതയിൽ പോകേണ്ടതായി വരുന്നത് അപകട സാഹചര്യം ഉണ്ടാവുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. വാഹനങ്ങൾ ടൗണുകളിൽ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കി പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചു. യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ, ഭാരവാഹികളായ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ, A1 ബാബു മമ്പാട്, KT മെഹബൂബ്, ഹമീദ് കുരിക്കൾ, ഷമീർ ബാബു A, ജസ്ല കുട്ടൻ, ജലീഷ് മോനുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.